സഹിച്ചേട്ടാ എന്തോ എന്നാ എനർജിയാ, നല്ല എനർജി ഉണ്ടല്ലേ? എന്നാ ഡാൻസാ പൊളിച്ച്. സജി കൃഷ്ണ അല്ലേ, എനർജി കൃഷ്ണ. അതെ, എനർജി അതാണ് പുള്ളിയുടെ ശരിക്കും പേര് അല്ലേ? അതെ, ഒരു യോയോ. സജി ഒരു നല്ല ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. ഏത് ട്രൂപ്പിലാണ് കളിച്ചിരുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് സമിതികളിലൊക്കെ. സജി ഇല്ലാത്ത ട്രൂപ്പില്ലായിരുന്നു, മമ്മൂക്കയുടെ ഫിഗർ ചെയ്യലായിരുന്നു. മെഗാ ഷോയിലൊക്കെ ഒരുപാടുണ്ട്. ഷാരിഡി ബായിയുടെ കൂടെ ഒരുപാട് ഷോ ചെയ്തു. എന്റെ ഷോ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഫിഗർ കിട്ടാൻ വേണ്ടി ഇടതുവശത്തുള്ളൊരു പല്ല് പറിച്ചു കളഞ്ഞതാണ് ഡെന്റിസ്റ്റിനെ കണ്ടിട്ട്. ചുമ്മാ പറയുന്നത് പല്ല് ശരിക്കും കേടുവന്ന് പോയതാ. ഇടത്തെ പല്ല് ഇല്ല, വലത്തെ പല്ലും ഇല്ല. പക്ഷെ എന്നോട് ഇപ്പൊ മാറ്റി കേട്ടോ. പണ്ട് പരിപാടിക്ക് വന്നപ്പോ പൈസ ചോദിച്ചപ്പോ ഞാൻ ഇതൊക്കെ ചെയ്തതാണ്, എനിക്ക് പൈസ കൂട്ടി തന്നെന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ പറയാ കള്ളവാന്ന് ചുമ്മാ പറഞ്ഞതാ. ഗംഭീരമായി. സജി ആരുടെ നടന്മാരുടെ ശബ്ദം അനുകരിക്കുന്നതിൽ ഏറ്റവും കൈഡി കിട്ടുന്നത് ആരുടെ ആയിരുന്നു സജി? ഞാൻ സുരേഷ് ഗോപി ചേട്ടന്റെ സൗണ്ടൊക്കെ ചെയ്യാമോ? അദ്ദേഹത്തിന്റെ സൗണ്ട് ചെയ്യാം. ഏത് ഡയലോഗാ? 20-ാം നൂറ്റാണ്ടെന്ന ചിത്രത്തിൽ ശേഖരൻകുട്ടിയുടെ ഒരു ഡയലോഗ്, ഒരു വ്യത്യസ്തമായ പഴയകാല. അത് കഴിയുമ്പോൾ ഈ സാധനം കണക്ഷൻ കിട്ടും. പഴയകാല സുരേഷ് ചേട്ടന്റെ ശബ്ദം. ഓക്കെ. എന്തുണ്ടായിരുന്നു സ്വന്തം എന്ന് പറയാൻ? 5 സെന്റ് സ്ഥലവും ഒരു ഓലപ്പേരയല്ലാതെ ഇഞ്ചക്കാട്ട LP സ്കൂളിലെ കേവലം ഒരു വാദ്യാർക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയപ്പോ ഇതൊക്കെ സഹിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അന്ന് ശേഖരൻകുട്ടിയെ വേണമായിരുന്നു. എന്നിട്ടിപ്പോ പിന്നീട് പത്രം എന്ന സിനിമയിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ശബ്ദ വ്യത്യാസം മക്കളെ നെഞ്ചോടടക്കി പിടിച്ചും മന്ത്രി പൊങ്കവന്മാരുടെ സഞ്ചാരപഥങ്ങളിലും ജില്ലാ കളക്ടർ ഏമാന്മാരടക്കമുള്ള തൊക്കടി സാഹിബിന്റെ ബംഗ്ലാ പഠിക്കലും ചെന്ന് ഒരൊറ്റ ദാഹജലത്തിന് വേണ്ടി കഴിയുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളുടെ കഥയാവണം വാർത്ത. സോ മിസ്റ്റർ കുരുത്തടം, ഔതക്കുട്ടിച്ചായന്റെ നേർ പെങ്ങടെ കഴുത്തിൽ അബദ്ധത്തിൽ മിന്നുകെട്ടിപ്പോയെന്നുള്ളതും വലിയ വലിയ ഏമാന്മാരടക്കമുള്ളവരുടെ അങ്ങുവരെ കയറി ചെന്ന് കാശ് സമ്പാദിക്കൽ മാത്രം ആവരുത് ജീവിതം. ഇതുപോലെ കസേരയിൽ മലന്ന് കിടക്കുന്നവന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. താങ്ക് യു. പുള്ളിയൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ സ്റ്റാൻഡപ്പിന്റെ ഒരു ഏരിയയിലോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സജിയൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമുള്ള വളരെ തിരക്കുള്ള ഒരു കലാകാരനാണ്. ഇത് സജിയുടെ ഒരു മേഖല പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തൊരു മേഖലയിലേക്ക് സജി ശ്രമിക്കേണ്ടത്. ചിലരെ നമ്മളുടെ പൂർവാശ്രമം അല്ലെ നമ്മുടെ പഴയ നമ്മൾ വേറെ ചില കാര്യങ്ങൾ പരീക്ഷിക്കാൻ എപ്പോഴും മടി കാണിക്കും. നമ്മൾ അവിടെ പോയിട്ട് അത് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നൊക്കെ, അതൊന്നും ഇല്ലാതെ ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ നിങ്ങൾ വരുന്നത് തന്നെ വലിയ കാര്യമാണ്. സജി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചാനലുകളിലൊക്കെ ഒരുപാട് ചാനലുകളുണ്ട്. അതിൽ വർണ്ണശബളമായ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം പോലുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ നമ്മൾ ചാനലുകളിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുമ്പ് ഈ ചാനലുകൾ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉത്സവ വേദികളിലൂടെയായിരുന്നു ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് നാടകമുണ്ട്, ബാലയുണ്ട്, കഥാപ്രസംഗമുണ്ട്, ഗാനമേളയുണ്ട്, അതുപോലെ മിമിക്സ് പരേഡും ഉണ്ട്. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആവാം എനിക്ക് വലിയ മിമിക്സ് പരേഡ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മുടെ ഉത്സവ സ്ഥലത്ത് വരുമ്പോഴേ ഞാൻ പരിചയപ്പെടാനായിട്ട് ചെല്ലും. അങ്ങനെ അവിടെ പരിചയപ്പെടാൻ ചെന്നപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ അവസാനം ഒരാൾ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ പുള്ളിക്കൊരു നീരസം, പുള്ളിയെ പരിചയപ്പെടാൻ ചെല്ലുന്നില്ല, ഒരു വിദ്വേഷവും ഒരു ദേഷ്യമൊക്കെയുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു ഇദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വെച്ച്, ഉമ്മറിൻ്റെയൊക്കെ ഫിഗർ ചെയ്യുന്ന ആളല്ലേ? ചിലപ്പോൾ ആയിരിക്കും, എന്ത് വേണം? പുള്ളിയുടെ ദേഷ്യമെല്ലാം ഉമ്മറിൻ്റെ സ്വരത്തിൽ എന്നോടങ്ങ് പറഞ്ഞു. പഴയകാല മലയാള സിനിമ, ഈ പഴയകാല മലയാള സിനിമ ആമാനുഷിക നിറഞ്ഞ ഡയലോഗുകളും അതിൽ ചില സന്ദർഭങ്ങളുണ്ട്. അത് പിൻകാലങ്ങളിൽ ഞാൻ TV കണ്ടപ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില നർമ്മങ്ങൾ എൻ്റെ ശ്രദ്ധയപ്പെടും. ഞാൻ ഒബ്സർവേഷനിലൂടെ ഞാനത് കണ്ടെത്തിയതാണ്. അപ്പോൾ ആ പഴയകാല സിനിമയിൽ, നമ്മുടെ അതിരാത്രം എന്ന സിനിമയിൽ താരാദാസ്, മമ്മൂട്ടി, താരാശങ്കർ, ഉമ്മർ, അപ്പോൾ ഇവർ സ്മഗ്ലേഴ്സാണ്. അപ്പോൾ ഉമ്മറിനെ, അതിൻ്റെ ലീഡറായ ഉമ്മറിനെ പോലീസ് പിടിക്കും. അപ്പോൾ പോലീസുകാരോട് നമ്മുടെ ഉമ്മർ പറയുകയാണ്, എൻ്റെ ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞു ഈ കള്ളക്കടത്ത് സാധനങ്ങൾ എൻ്റേതാണെന്ന്. ഇല്ല. അപ്പോൾ മാന്യന്മാരെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നതാണ് നിങ്ങളുടെ പ്രധാന ഹോബി അല്ലേ? ഒന്നാമത് ഞാനൊരു BP പേഷ്യൻ്റാണ്. എനിക്കെപ്പോഴാ ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കെന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ദേഷ്യം വരുന്നതേ ഇല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ തകർക്കുമെന്നുള്ളതാണ് അർത്ഥം. അടുത്ത ഒരു പടത്തിൽ പാലാട്ട് കുഞ്ഞിക്കണ്ണ സിനിമയിൽ നായിക ജയഭാരതിയാണ്, രാജകുമാരിയാണ്. അപ്പോൾ നായകൻ പ്രേം നസീർ, അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി, ഈ രാജകുമാരി, ഞാൻ അത്രയ്ക്ക് മടങ്ങനൊന്നുമല്ലേ, ഈ രാജകുമാരിയുടെ ഈ താമരപ്പൂ പോലെയുള്ള കൈകൾ എൻ്റെ ഉറുമി പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളി കിടന്ന് വിയർക്കും.
ആ വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടി ഞാനൊരു തുളസിക്കതിരണിയിക്കും. 1000 സേവകന്മാരുള്ള ആ ശ്രീരംഗ മഹാരാജാവിൻ്റെ അന്തഃപുരത്തിൽ കയറി ആ രാജകുമാരിയോടത്ത് പട്ടുമത്തെ ശയിച്ച് ആ കെട്ടിപ്പിടിച്ചും അതൊരു ഉമ്മ. അപ്പോൾ രാജകുമാരി ചോദിക്കുവേ, ഞാൻ ഇവിടുത്തെ രാജകുമാരിയാണ്, എന്നോടിങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം ഉറപ്പാണെന്ന് അറിയില്ലേ? ആ രാജകുമാരി, അമൃതയെ തുണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ മരിച്ചാലെന്ത്, ആ ജീവിച്ചാലെന്ത്? അപ്പോൾ രാജകുമാരി ഉടനെ പറയും, ഇങ്ങനെ എന്നോട് സംസാരിച്ചാൽ നിങ്ങളുടെ നെഞ്ചിൽ ഞാൻ കടാരി കുത്തിയിറക്കും. ആ രാജകുമാരി, എൻ്റെ നെഞ്ചിൽ കടാരി കുത്തിയിറക്കിയാൽ രാജകുമാരി ആയിരിക്കും മരിക്കുന്നത്. അതെങ്ങനെ? തൻ്റെ നെഞ്ചിൽ കടാര കുത്തിയിറങ്ങിയാൽ താനല്ലേ മരിക്കുന്നത്? ആ രാജകുമാരി എൻ്റെ ഈ നെഞ്ചിനുള്ളിലാണ് ഇരിക്കുന്നത്, അപ്പോൾ രാജകുമാരിയല്ലേ മരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പഴയകാല സിനിമയിൽ നായിക ശാരദയാണ്. ശാരദയുടെ പേര്, കഥാപാത്രത്തിൻ്റെ പേരും ശാരദയെന്ന് തന്നെ. അപ്പോൾ ഉമ്മർ ശാരദയോട് പറയുക, പ്രണയത്തെ ആരാധിക്കുന്ന ഒരു വികാര ജീവിയാണ് ശാരദ. എന്നും എൻ്റേതാകണമെന്ന് എനിക്ക് ആശയമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, ഒരു ദിവസമെങ്കിലും ഇത്ര മാന്യമായിട്ട് ഒരു സ്ത്രീയോട് ബിഹേവ് ചെയ്യുന്ന ഒരു സന്ദർഭവും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വേറൊരു പടത്തിൽ ഇതുപോലെ ജയൻ നായകനാണ്, നായിക സീമയെ ഇങ്ങനെ വില്ലന്മാരിങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ വില്ലന്മാരിൽ നിന്നും നായികയായ സീമയെ ജയൻ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് മാറ്റി നിർത്തി. എന്നിട്ട് ജയൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്, നിൻ്റെയൊക്കെ കയ്യിൽ നിന്നും ഇവളെ ഞാൻ രക്ഷപ്പെടുത്തി, ഇനി എൻ്റെ കയ്യിൽ നിന്നും നിന്നെയൊക്കെ ആര് രക്ഷപ്പെടുത്തും? ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചില സമയക്കുറവോ ചില സാങ്കേതിക വിദ്യയുടെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോൾ ഉമ്മർ ഒരു ഫോൺ കോള് വന്ന് അദ്ദേഹം അറ്റൻഡ് ചെയ്യാണ്. ഹലോ, ആരാ സംസാരിക്കുന്നേ? സോമശേഖരനോ? എവിടെ നിന്നാ? എയർപോർട്ടിൽ നിന്നോ? കാർ അയക്കണമെന്നോ? എൻ്റെ മോനെ അങ്ങോട്ട് പറഞ്ഞു വിടണമെന്നോ? വീട്ടിൽ വരുമ്പോൾ 2 ദിവസം തങ്ങുമെന്നോ? ഊണ് കഴിച്ചിട്ടേ പോത്തോളെന്നോ? ഭാര്യ സുമതിയോട് പറയണമെന്നോ? ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ഇതെല്ലാം പുള്ളി തന്നെ അങ്ങ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. രണ്ട് സൈഡും പുള്ളി തന്നെ അങ്ങ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ ഒരു സിനിമയിൽ നമ്മുടെ കുട്ടനാട് പശ്ചാത്തലമുള്ളൊരു സിനിമയാണ്. ഇതിൽ ജയനുണ്ട്, ജയൻ്റെ കൂട്ടുകാരനായിട്ട് പപ്പുണ്ട്, പപ്പുവിനൊരു പെങ്ങളുണ്ട്. അപ്പോൾ ജയൻ അതുവഴിയൊക്കെ വരും. അപ്പോൾ ഈ പപ്പുവിൻ്റെ പെങ്ങൾ അവിടെ നിന്ന് തുണിയൊക്കെ കഴുകും, അതുപോലെ പാത്രമൊക്കെ കഴുകും. ഇതൊക്കെ എല്ലാ ദിവസവും ജയൻ കാണുന്നുണ്ട്. അപ്പോൾ ജയൻ വന്നിട്ട് ഈ പെങ്ങളോട് പറയാം, പപ്പുവിൻ്റെ പെങ്ങളോട് പറയാ, നീ അങ്ങ് വളർന്നു പോയല്ലോടി പെണ്ണേ, നീ വളർന്ന കാര്യം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ അവർക്ക് പോലും അറിയത്തില്ല അവരെപ്പോഴാണ് വളർന്നതെന്ന് പോലും. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള അമാനുഷിക നിറഞ്ഞ ഡയലോഗൊക്കെ പഴയ, അത് എൻ്റെ ഒരു ഒബ്സർവേഷനിലൂടെ പറയുകയായിരുന്നു ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ പഴയകാല സിനിമയിൽ കുതിരപ്പുറത്തൊക്കെ, വടക്കൻ പാട്ട് സിനിമകളിലൊക്കെ കുതിരപ്പുറത്ത് നായകൻ ഇങ്ങനെ വരുമ്പോൾ നായകൻ കുതിരപ്പുറത്തുനിന്ന് ചാടുമ്പോൾ അന്നത്തെ ഒരു എഡിറ്റിങ്ങും ഒരു മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ ഈ തിരിച്ച് ഈ കുതിരപ്പുറത്ത് കയറി നായകന് പോകണമെങ്കിൽ ചിലപ്പോൾ ചാടി കയറി പോകാൻ പറ്റത്തില്ല, അത് പ്രാവർത്തികമാവില്ല. അപ്പോൾ ഇതിന് റിവേഴ്സ് അടി, ഇങ്ങോട്ട് വരുമ്പോൾ ചാടി കുതിരത്തോടെ പോവും. അപ്പോൾ എഡിറ്റർ ശ്രദ്ധിക്കാഞ്ഞോ എന്തോന്നറിയില്ല, പക്ഷേ ഞാനത് ശ്രദ്ധിച്ചു ആ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ ഈ നായകൻ ചാടുമ്പോൾ കുതിര ചാണകം ഇടുമ്പോൾ ഇദ്ദേഹം തിരിച്ച് അങ്ങോട്ട് ടോങ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഈ ചാണകം എവിടെ നിന്ന് വന്നതാണോ റിവേഴ്സ് അടിച്ചപ്പോൾ അതുപോലെ തിരിച്ചങ്ങ് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഒബ്സർവേഷനാണ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒബ്സർവ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ഒബ്സർവേഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എക്സലന്റ്, വാട്ട് ആൻ എനർജി. താങ്ക് യു. ഒരു അമാനുഷികത നിറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിരുന്നു. സലീമേട്ടാ, എക്സലന്റ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. കാരണം പഴയകാല ആ സിനിമയിലെ അമാനുഷികത അത് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിന്റെ പാരമ്യത്തിലെത്തിക്കാനായിട്ട് സജിക്ക് സാധിച്ചു. താങ്ക് യു സലീമേട്ടാ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സലീമേട്ടാ. ചേട്ടാ, സജി ഗംഭീരമായിരുന്നു. പിന്നെ സജിയുടെ ഉറപ്പായിട്ടും സജി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. സജി അതെല്ലാം പ്രസന്റ് ചെയ്യുന്നത് മിമിക്രിയിലൂടെയാണ്. ഓരോ കഥാപാത്രങ്ങളുടെ കാര്യം പറയുമ്പോഴും കൃത്യമായിട്ട് അതിനെ മിമിക് ചെയ്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അമാനുഷികത നിറഞ്ഞ ഡയലോഗുകൾ എന്നല്ല, അമാനുഷികത അല്ല, നമുക്ക് അതിശയോക്തി നിറഞ്ഞ ഡയലോഗുകളാണ്. ഇങ്ങനെ പറയുന്നു എന്ന് തോന്നുന്ന ഡയലോഗുകളാണ് കൂടുതലും പറഞ്ഞു. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ചിരിക്കാനുള്ളത് തന്നെയാണ് സജി ചെയ്തത്. ഗംഭീരമായി. താങ്ക് യു വെരി മച്ച്. സജിയേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഇനിയും വരണം, തീർച്ചയായിട്ടും ഇനിയും പുതിയ ഒബ്സർവേഷനുമായിട്ട് വരണം. ഓക്കെ. സജി ഇതിപ്പോ സജി ഇത് പറഞ്ഞപ്പോ ഞാൻ കണ്ട ഇതല്ല, ചില ഹാസ്യങ്ങൾ പറഞ്ഞു. ഞാൻ കണ്ടൊരു സിനിമയില് സത്യമാഷാണ്. സത്യമാഷിന്റെ ചിത്രത്തില് ശാരദാമ്മയായിരുന്നു എന്ന് തോന്നുന്നു ഹീറോയിൻ. എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. സീൻ എപ്പോഴോ ദൂരദർശനെ കണ്ടുപോയതാണ്. അപ്പോൾ
സത്യമാഷ് ശാരദാമ്മയോടും മറ്റേ പറഞ്ഞു, ഞാൻ വരുമ്പോൾ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്നോ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകാമെന്നോ എങ്ങാണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ പക്ഷേ ഇദ്ദേഹം നല്ല തിരക്കുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഒരു 6 മണിക്ക് എത്തിയിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഈ നായിക ഒരുങ്ങിയിരുന്നു. മുടിയൊക്കെ കെട്ടി സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങിയിരുന്നെങ്കിലും തിരക്ക് മൂലം സത്യമാഷ്ക്ക് സമയത്ത് 6 മണിക്ക് വീട്ടിലെത്താൻ പറ്റിയില്ല. 6 ആയി 7 ആയി, എത്തിയപ്പോൾ ഒരു 9 മണിയോളം ആയി. അപ്പം വീട്ടിൽ വന്ന് കയറുമ്പോൾ സാധാരണ വരൂ ചായ കുടിക്കൂ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അന്ന് ഭാര്യയെ കണ്ടില്ല. സത്യമാഷ് ഇങ്ങനെ തപ്പി റൂമിൽ ചെന്നപ്പം കട്ടിലിൽ പിണങ്ങിയിരിക്കുകയാണ് ഈ നായിക. സത്യമാഷ് ഇന്ന് എന്തു പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് ദേഷ്യം ഇട്ടു. 2-3 പ്രാവശ്യം സംസാരിക്കാൻ നോക്കിയപ്പോഴും നായിക ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് സത്യമാഷ് ചെന്നിട്ട് ആ അലമാര ഇങ്ങനെ തുറന്നു നോക്കി. ഒന്നും മിണ്ടുന്നില്ല നായിക. പരിപ്പൊക്കെ വലിച്ചു നോക്കി, മേശയുടെ പരിപ്പ് വലിച്ചു നോക്കി, കട്ടിലിന്റെ അടിയിൽ നോക്കി, പിന്നെ ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ പൊക്കി നോക്കി. അപ്പൊ ഈ ആക്ടിവിറ്റി മുഴുവൻ ഈ നായിക ഇങ്ങനെ നോക്കിയിട്ട് സത്യമാഷോട് ചോദിച്ചു, ഈ എന്താ നോക്കുന്നത് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറയാ, അല്ല നിന്റെ നാക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. മിണ്ടാത്തതിനെ. അപ്പൊ സജിയേട്ടാ വീണ്ടും ഒബ്സർവേഷൻ ഒക്കെ ആയിട്ട് വീണ്ടും വരണം നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം വേഷൻ 2-ല്. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.